പ്രിയമുള്ളവരെ നമസ്കാരം. പെരുമാനി പെരുമാനി എന്നത് എറണാകുളം ജില്ലയിലുള്ള പെരുമാനിയല്ല, ഒരു സാങ്കല്പിക ഗ്രാമമാണ്. മലയാള സിനിമയുടെ സുവർണകാലങ്ങളിലെ സിനിമകളിലേക്ക് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു സിനിമ. അലൻസിയറും സണ്ണി വെയിനും തകർത്തഭിനയിച്ച അപ്പൻ എന്ന സിനിമ സംവിധാനം ചെയ്ത മജു സംവിധാനം ചെയ്ത പുതിയ സിനിമയായ പെരുമാനി എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിനയ് ഫോർട്ട്, ലുക്മാൻ, സണ്ണി വെയിൻ, ദീപ തോമസ് തുടങ്ങിയ ഒരു പിടി കഴിവുള്ള ആളുകളാണ് പെരുമാനി എന്ന ഗ്രാമത്തെ വളരെ മനോഹരമാക്കുന്നത്. ഏത് അത്യാപത്തിലും ആ നാട്ടുകാരെ കാക്കുന്ന പെരുമാനി തങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും സിനിമ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു സമയത്ത് പോലും സിനിമ ഒരു തരി പോലും ലാഘടിപ്പിക്കുന്നില്ല. എങ്ങും കഥാപാത്രങ്ങൾ മുഴച്ചു നിൽക്കുന്നുമില്ല. വിശ്വാസവും അന്ധവിശ്വാസവും ആണെങ്കിൽ പോലും ഒരിടത്തും നമ്മെ ബോറടിപ്പിക്കാതെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധായകൻ മജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് മുമ്പ് വന്നുപോയ പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ, ആമയൻ, പഞ്ചവത്സര പദ്ധതി പോലുള്ള ചില സിനിമകൾ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അതൊന്നും നമ്മളെ അലട്ടാതെ നമ്മെ സിനിമക്കൊപ്പം കൊണ്ടുപോകാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. വിനയ് ഫോർട്ട് മറ്റേതൊരു നടനോടൊപ്പവും ചേർത്ത് നിർത്താവുന്ന ഒരാളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. വളരെ മനോഹരമായി തന്നെ കോമഡി ചെയ്തിരിക്കുന്നു വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ടിൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ഇതേ ലുക്ക് മുമ്പൊരിക്കൽ മറ്റൊരു സിനിമയുടെ പ്രൊമോഷനിടയിൽ ചർച്ചയായതാണ്. ഒരു പ്രത്യേകതരം മീശയും തലമുടിയും അന്നേ ചർച്ചയായിരുന്നു. സംശയാലുവായ നാസർ എന്ന കഥാപാത്രമായാണ് വിനയ് ഫോർട്ട് എത്തുന്നത്. ഈ സിനിമയിൽ നമ്മെ ചിരിപ്പിക്കുന്ന മറ്റൊരു നടനാണ് നവാസ് വള്ളിക്കുന്ന്. സകല മനുഷ്യരുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് അഭിപ്രായം പറയുന്ന ഒരു കഥാപാത്രമായാണ് നവാസ് വള്ളിക്കുന്ന് എത്തുന്നത്. നവാസ് വള്ളിക്കുന്നിന് നല്ല അവസരങ്ങൾ വന്നു ചേരാൻ ഈ സിനിമ സഹായിക്കും എന്നുറപ്പുണ്ട്. നായികയായ ഫാത്തിമ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നായകൻ കൊടുക്കുന്ന പ്രഷർ വളരെ കൃത്യമായി ദീപ തോമസ് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു അതുല്യ നടൻ ലുക്മാനാണ്. എന്ത് രസമായിട്ടാണ് ലുക്മാൻ തൻ്റെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ വേഷം വളരെ അനായാസമായി ലുക്മാൻ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പറഞ്ഞ മെയിൻ നടന്മാർ മാത്രമല്ല, എക്സ്ട്രാ ആർട്ടിസ്റ്റുകളും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ചു പോയ ഓരോ ചെറിയ ആർട്ടിസ്റ്റുകളും ഈ സിനിമയുടെ വിജയത്തിൽ നിർണായകമായ പങ്കുവച്ചിട്ടുണ്ട്. ചില അനാചാരങ്ങൾ വളരെ കൃത്യമായി കോമഡിയിൽ ചാലിച്ച് പറഞ്ഞു പോകുന്ന ഈ സിനിമ കുടുംബസമേതം തന്നെ തിയേറ്ററിൽ പോയി കാണാൻ കൊള്ളാവുന്ന വളരെ മനോഹരമായൊരു സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായി എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.